ഹായ്, ഗുഡ് ഈവനിങ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ ഡാട്സ്. നമ്മളീ കാണുന്നത് അന്തിമഹാകാളൻ കാവ് ക്ഷേത്ര പരിസരമാണ്. ഞാൻ അവിടേക്ക് എത്താൻ പറ്റി കാരണം വെച്ചാൽ വളരെ വലിയ ഒരു പാടത്തിൻ്റെ നടുവിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഉച്ചതിരിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. എങ്കിലും വളരെ അധികം തന്നെ കച്ചവടക്കാരും മറ്റുള്ളവരൊക്കെ വളരെ അധികം വന്നു കഴിഞ്ഞു. അത്ര ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇത് കാണുന്നത് ഉച്ചയ്ക്ക് ശേഷം ആയിട്ടില്ല. മുൻപ് തന്നെ അവിടെ മറ്റുള്ള കച്ചവടക്കാരും മറ്റുള്ളവരൊക്കെ വന്നിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ അവരുടെ സ്ഥലങ്ങൾ അവർ ഫിക്സ് ചെയ്തിട്ട് ഇരിക്കുന്ന കാഴ്ചകളാണ്. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് വെടിക്കെട്ട് നടത്താൻ പോകുന്ന സ്ഥലമാണ്. വെടിക്കെട്ട് 4-5 ദേശക്കാരുടെ 4 ദേശമാണെന്ന് തോന്നുന്നു, ചേലക്കര അടക്കം 4 ദേശക്കാരുടെ പ്രോഗ്രാമുകൾ വെടിക്കെട്ട് അനുമതി ലഭിച്ചു. വെടിക്കെട്ട് നടക്കാനിരിക്കുന്ന സ്ഥലങ്ങളിൽ വെടിക്കെട്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സാമഗ്രികളും മറ്റുള്ള കരിമരുന്ന് പോലുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ സെറ്റിങ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പാടങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾക്ക് നടുവിലാണ് ഇത് നിൽക്കുന്നത് എന്നുകൊണ്ട് തന്നെ വളരെ, അതായത് മറ്റുള്ള സ്ഥലങ്ങളെപ്പോലെ അത്ര പ്രോബ്ലംസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഉണ്ടാവാറില്ല. ഇതൊക്കെ ഇവിടെ കാളകളെ കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ്. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അവിടെയുള്ള ദേശക്കാരുടെ പ്രോഗ്രാമിൻ്റെ കുറച്ച് നേരം അവിടെ ഇരുന്നു. എന്തായാലും ഒരു പ്രോഗ്രാമേലും കണ്ടിട്ട് വരാമെന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെടിക്കെട്ടിനുള്ളതൊക്കെ വണ്ടികളിൽ കൊണ്ടുവന്നിറക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു 6:30 പറഞ്ഞ സമയത്തെങ്കിലും എത്താമെന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. പല കണ്ടങ്ങളും നമ്മൾ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് സാധാരണ ഇപ്പോഴൊക്കെ അതിൻ്റെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. നമ്മുടെ പഴയ കാലത്തെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്ഥലങ്ങളാണ് അവിടെ കണ്ടത്. കാരണം തന്നെ പല ഈ അതിർവരമ്പുകളില്ലാതെ നമുക്ക് മറ്റുള്ളൊരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് കടന്നു പോകാൻ പറ്റാവുന്ന ഒരു കണ്ടീഷൻ. പിന്നെന്താണെങ്കിൽ മഴ തലേദിവസം പെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം മഴ പെയ്യും. അല്ലെങ്കിൽ ഞങ്ങളാ നിൽക്കുന്ന സമയത്ത് അന്തരീക്ഷം വളരെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും അവിടെ കാണാൻ പറ്റി. പാടത്ത് സ്വാഭാവികമായിട്ടും മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സംഭവങ്ങളാണ് ഉണ്ടാവുക. കാരണം വെച്ചാൽ അവിടെ വണ്ടി കയറാൻ ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ നമ്മുടെ വെടിക്കെട്ട് നടക്കാൻ വളരെ ബുദ്ധിമുട്ടാവും. കാർമേഘം വന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വന്ന് മൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നമുക്ക് അവിടുന്ന് വണ്ടി കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് അവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വഴിയുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ. പിന്നെ ഉള്ളേരിയയിൽ നിന്നുള്ള വണ്ടികളാണ് അവിടേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് നല്ല കാറ്റും കോളും മഴ ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ചിലപ്പോൾ മാറിപ്പോകാം. ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമായിരുന്നു. പിന്നീട് അത് മാറുകയും വെടിക്കെട്ട് വളരെ ഗംഭീരമായിട്ട് നടന്നു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും അവിടെ പോകാൻ പറ്റി. അവിടുത്തെ ചെറിയ കാഴ്ചകൾ ഞാനത് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുകയാണ്. പിന്നെ ഇവിടുത്തെയൊക്കെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉത്രാളിക്കാവ്, അന്തിമഹാകാളൻകാവ് അല്ലെങ്കിൽ ഇപ്പോൾ വട്ടിയൂർക്കാവ്, ഇവിടുത്തെയൊക്കെ പ്രത്യേകതകൾ എന്താണെങ്കിൽ ഇവിടെയൊക്കെ പാടങ്ങളുടെ സെൻറ്ററിലാണ് സാധാരണ നടക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലം, അല്ലെങ്കിൽ അവിടെയാണ് വെടിക്കെട്ടുകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വെടിക്കെട്ടുകൾ കാണുവാനും ആസ്വദിക്കുവാനും ആളുകൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതിന് പറ്റുന്നു. അത് വളരെ മനോഹരമായിട്ട് തന്നെ അത്രയും ഇതിപ്പോൾ കോടതി വിധി ഉണ്ടായിട്ട് വരെ അതിനൊരു അനുകൂല നിലപാട് വരികയും പിന്നീട് അത് നടത്തുവാനുള്ള ഒരു വിധി സമ്പാദിച്ചെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ കാണുന്ന അവിടുന്ന് വണ്ടികളൊക്കെ പരമാവധി ഈ മഴ കാര് കണ്ടപ്പോൾ വണ്ടികളൊക്കെ അവിടുന്ന് കയറി വന്ന് തുടങ്ങി.
കാരണം പാടമാണ് നമുക്കറിയാം. കാരഞ്ചിനി പാടത്ത് ചിലപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ വണ്ടികൾ, ഇപ്പോൾ അവിടുന്ന് ചില വണ്ടികൾ നമ്മൾ ഉള്ളിൽ പുറത്തേക്ക് പോകുമ്പോൾ കണ്ടുകൊണ്ടിരുന്നത്, ഉള്ളിലേക്ക് പോകുമ്പോൾ കണ്ടുകൊണ്ടിരുന്ന വണ്ടികൾക്കൊക്കെ ഇങ്ങോട്ട്, അതായത് അതിന് തലേദിവസം മഴ പെയ്തിട്ടുള്ള കാരണം വരാൻ പറ്റാതെ വണ്ടി വീലുകൾ താവുകയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് അവിടെ കണ്ടത്. അപ്പോൾ കൂടുതലൊന്നും അങ്ങനെ നമ്മൾ നിന്നില്ല. അങ്ങനെ ഒരു AC വണ്ടി കിട്ടി. അപ്പോൾ അതിൽ യാത്ര വീണ്ടും തുടർന്നു. ഓക്കെ, താങ്ക് യു.